ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ മുന്തിരി സ്ക്വാഷാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം വരെ വെച്ചാലൊന്നും കേടാവൊന്നുമില്ല കേട്ടോ. നമുക്കിതെടുത്തിട്ട് പെട്ടെന്നൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഒട്ടും കളറൊന്നും ചേർക്കാത്തൊരു സ്ക്വാഷാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മുന്തിരി സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ചെറിയ അളവിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവുകളൊക്കെ കൂട്ടിയെടുത്താലും മതി കേട്ടോ. 1 കിലോ 2 കിലോ ഒക്കെ മുന്തിരിയൊക്കെ വെച്ചിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ ഇതൊന്ന് കഴുകി എടുക്കാം കേട്ടോ. ഞാനത് കഴുകി എടുത്തതായിരുന്നു. പിന്നെ വീണ്ടും അതൊന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റോളം ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മരുന്നൊക്കെ അടിച്ചിട്ടൊക്കെ വരുന്നതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഈ ഒരു ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലത്തെ ആ ഒരു ഞെട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അടർത്തി മാറ്റാം. ഞാനിവിടെ എടുത്തിട്ടുള്ള മുന്തിരി സീഡുള്ളതാണ് കേട്ടോ. അപ്പോൾ സീഡില്ലാത്ത മുന്തിരി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ സീഡില്ലാത്തതൊക്കെ ആണെങ്കിൽ ഇതിൽ നല്ല കളറിലൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു സ്ക്വാഷ്. അപ്പോൾ ഞാനിവിടെ സീഡുള്ളതാണ് എടുക്കുന്നത്. പിന്നെ മുന്തിരി വാങ്ങിക്കുമ്പോഴെപ്പോഴും അതിൻ്റെ ഞെട്ടോട് കൂടിയിട്ട് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഞെട്ടിയൊക്കെ ഇങ്ങനെ വീണിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു മുന്തിരി അടർന്ന് വീണിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ ഈച്ചൊക്കെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാവും കേട്ടോ നമുക്ക്. അപ്പോൾ ഞെട്ടിയോട് കൂടെ വേണം മുന്തിരിയൊക്കെ വാങ്ങാനായിട്ട്. ഞാനിവിടെ മുന്തിരി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നല്ല വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ആദ്യം ഈ ഒരു മുന്തിരി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അടി കട്ടിയായിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ഒരു വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ചേർക്കാം. ഇനി ഈ ഒരു മുന്തിരി ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ ഒരു മുന്തിരി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, ഇത് കൈയെടുക്കാണ്ട് ഇളക്കണമെന്നില്ല, ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു മുന്തിരി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മുന്തിരി സ്ക്വാഷൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ സീസണിലൊക്കെ മുന്തിരിയൊക്കെ ഒരുപാടൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് വെക്കണതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ ജ്യൂസൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ കൊടുക്കുക. പിന്നെ ചില മുന്തിരിയൊക്കെ നല്ല പുളിയായിരിക്കില്ല, നമുക്ക് കഴിക്കാൻ പറ്റാത്ത അത്രയും പുളിയായിരിക്കില്ല. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ജ്യൂസാക്കിയിട്ടൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് മുന്തിരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കട്ടെ. നന്നായിട്ട് ഒന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ആ ഒരു ജ്യൂസോട് കൂടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടിത് പൾസ് മോഡിലിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് കറക്കിയെടുക്കാനായിട്ട്. 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. കാരണം ഇത് കുരുള്ള മുന്തിരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പൾസ് മോഡിലിട്ട് മാത്രം ഒന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുവും കൂടെ അരഞ്ഞു പോകും. കുരുവൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ജ്യൂസിന് ഒരു കയ്പ്പ് രസം, ഒരു ചവർപ്പ് പോലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാവൊക്കെ ഇങ്ങനെ ചൊറിയും. അപ്പോൾ അത് കാരണം പൾസ് മോഡിലിട്ട് വേണം ഇതുപോലെ കുരുവൊക്കെ ഉള്ള മുന്തിരിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ. ഇത് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് അരിച്ചുകൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അരിപ്പിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് വീണ്ടും ഒന്നും കൂടെ അടുപ്പത്തൊക്കെ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടുപ്പിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളെടുക്കണ മുന്തിരിയുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. നല്ല മധുരമുള്ള മുന്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു സിറപ്പ് കുറച്ചൊന്നൊരു വഴുവഴുപ്പ് പോലെ ഒന്ന് ആവണം കേട്ടോ. കുറച്ചൊന്ന് കട്ടിയാക്കിയിട്ട് എടുക്കണം. ഒരു കൊഴുത്തൊരു പരുവത്തിൽ വേണം കേട്ടോ ഇതാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ ഇങ്ങനെ വെള്ള പത പോലെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അത് പഞ്ചസാരയിലെ അഴുക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റിയ ശേഷം വേണം ഇതിങ്ങനെ കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് എടുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ലൊരു വഴുവഴുപ്പ് പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറപ്പ് കുറേ നാൾ കേട് വരാണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൊടുക്കും. അപ്പോൾ അതിലത്തെ ആ ഒരു കുരു കൂടെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഇത് ഒന്നും കൂടെ തിക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് ഒരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ വേണം കേട്ടോ ഇതാക്കി വെക്കാനായിട്ട്. എന്നിട്ടിത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ആവശ്യത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുത്തിട്ടൊക്കെ ജ്യൂസൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കി എടുക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്.
ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു സിറപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഗ്രേപ്സ് വെച്ചിട്ട് ഇതുപോലെ സ്ക്വാഷ് ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.